गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്ത നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ സെപ്റ്റംബർ 7, 2024. മഹനീയമായ ഈ ഗണേശ ചതുർത്ഥി ദിനത്തിൽ വിനായകന്റെ ആന്തരിക പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ നമ്മളോട് വിശദീകരിക്കുന്നു. പ്രേമസ്വരൂപരെ, വേദങ്ങൾ ഗണപതിയെ പാർവതീ തനയനായി സ്തുതിക്കുന്നു. ആരൊക്കെയാണ് ഈ ഗണങ്ങൾ? അവർ സ്വർഗവാസികളോ അസുരന്മാരോ ആണോ? അവർ ആകാശജീവികളാണോ? അവർ എവിടെയാണ് കുടികൊള്ളുന്നത്? അവർ ബാഹ്യലോകത്ത് അലഞ്ഞു തിരിയുകയോ മനുഷ്യരിൽ സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളുകയോ ചെയ്യുന്നവരാണോ? ഈ ഗുണങ്ങളുടെയെല്ലാം നാഥനായതിനാൽ വിനായകനെ ഗണപതി എന്ന് വിളിക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും മൂർത്തികളാണ് ഗണങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയങ്ങളുടെ അധിദേവതയാണ് ഇന്ദ്രൻ. മനസ്സിനെ ഭരിക്കുന്നത് ബുദ്ധിയാണ്. ഗണപതി എന്ന നാമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗ എന്നാൽ ബുദ്ധി, ന എന്നാൽ വിജ്ഞാനം. ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ദേവനായതിനാൽ വിഘ്നേശ്വരൻ ഗണപതി എന്ന് അറിയപ്പെടുന്നു. ഗണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഗണപതി നമുക്ക് ആത്മീയ ശക്തിയും ഉയർന്ന ബുദ്ധിയും നൽകുന്നു. 1995 ഓഗസ്റ്റ് 29 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിറാം.